ഡിസ്റ്റിലറി അനുവദിക്കുന്നതിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ മുഴുവൻ. വാസ്തവത്തിൽ ഡിസ്റ്റിലറി അനുവദിക്കുന്നതിന് മുൻപ് നടന്ന ഈ മദ്യനയത്തിൽ വരുത്തിയ മാറ്റം, ആ മാറ്റത്തിൻ്റെ പിന്നിലുള്ള അഴിമതി കഥകൾ. കാരണം ഡൽഹിയിൽ അറസ്റ്റിലായ അതേ കമ്പനി, ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ ഈ കമ്പനിയിലുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി അവരവിടെ മാത്രം നടത്തി അവസാനിപ്പിച്ചതാണ് എന്ന് കരുതാൻ വയ്യ. ഡിസ്റ്റിലറി അനുവദിക്കുന്നതിന് പൈസ കൊടുത്താലാണല്ലോ നാളെ തർക്കം. നയം മാറ്റത്തിന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. ഇവിടെ ഈ മദ്യനയത്തിൽ മാറ്റം വന്നു എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി പെട്ടെന്ന് മദ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള കാരണം എന്താണ്? ആ മദ്യനയത്തിൻ്റെ മാറ്റത്തിന് പിന്നിൽ ഇതുപോലെയുള്ള എത്ര കോടികൾ കൈമറിഞ്ഞു എന്നുള്ള ചോദ്യത്തിനടക്കം മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഞാൻ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഞാൻ കാണുകയാണ്. ആ ഡിസ്റ്റിലറി ഇടപാടാണെങ്കിലും അതല്ല കോവിഡിൻ്റെ കാലത്ത് കിറ്റ് വാങ്ങിയ ഇടപാടാണെങ്കിലും 550 രൂപയ്ക്ക് കിറ്റ് നൽകാമെന്ന് പറഞ്ഞ് തയ്യാറായി മുന്നോട്ട് വന്ന ആളുകളെ അവരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് 1550 രൂപയ്ക്ക് കിറ്റ് വാങ്ങാൻ സാൻ ഫാർമയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇടപാട്. നമ്മുടെ അന്നത്തെ ഈ ഇടപാടിൽ പങ്കാളികളായിരുന്ന രണ്ടുപേരും ഇപ്പോൾ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ കട്ടവന്റെ തലയിൽ പൂട കാണുമെന്ന് പറയുമ്പോൾ സ്വയം തപ്പി നോക്കുന്ന കള്ളന്മാരെ പോലെയാണ് ഈ വിഷയം പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെ അതിനെ ന്യായീകരിക്കാൻ വന്നത് അന്നത്തെ ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ന്യായീകരണമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് BJPയുടെ CAG ആണെന്നാണ്. കേരളത്തിലൊരു മന്ത്രിയായിരുന്നു എന്നുള്ളത് കൊണ്ട് വിവരക്കേടിൻ്റെ രാജാവാണ് എന്ന് സ്വയം ഒരാൾക്ക് പ്രഖ്യാപിക്കാനുള്ള അധികാരമൊന്നുമില്ല. കാരണം CAG എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ എടുക്കുന്ന അതിൻ്റെ അന്വേഷണ വിവരങ്ങൾ ഈ രാജ്യത്തെ നിയമസഭകളിലും പാർലമെന്റിലും അവതരിപ്പിച്ച് ആ പാർലമെന്റിൻ്റെയും നിയമസഭയുടെയും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. അങ്ങനെയുള്ള CAG 500 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് 1500 കൊടുത്തതിന് സാമ്പത്തിക ചട്ടങ്ങൾ, നടപടിക്രമങ്ങൾ പാലിക്കാതെ ഈ തരത്തിൽ വെട്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് BJPയുടെ CAG ആണ് എന്ന് പറഞ്ഞ് ഒരു ദിവസത്തെ പത്രവാർത്തയിൽ വരുത്താനാണെങ്കിൽ അത് മതി. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മുന്നിലും അത് മതി. കാരണം കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പം ചെയ്യുന്നത് എന്താ? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പ്രശ്നം സഭ സമ്മേളിക്കുന്നുണ്ടെങ്കിൽ സതീശനും കൂട്ടുകാരും നിയമസഭയിൽ ഉന്നയിക്കും. കുറച്ചൊരു ഒച്ചപ്പാടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വോക്കൗട്ട് നടത്തും. 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സഭ സുഗമമായിട്ട് നടത്തും. ഞാൻ ചോദിക്കട്ടെ, ഇതേ കോൺഗ്രസ് ഡൽഹിയിൽ പാർലമെന്റിൽ എടുക്കുന്ന സമീപനം എന്താ? ഡൽഹിയിൽ പാർലമെന്റിൽ എത്രയോ ദിവസങ്ങളായിട്ട് സഭ നടക്കുന്നില്ല. സഭയുടെ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് ഡൽഹിയിൽ പാർലമെന്റിൽ കോൺഗ്രസ് എടുക്കുന്നത്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ഈ വർഷവും നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രാജ്യത്തെ ജനങ്ങൾ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുത്ത രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാർലമെന്റ് സമ്മേളനം, ആ പാർലമെന്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയുടെ ആ ചർച്ചയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിച്ച 1.25 മണിക്കൂറിൽ ആ 1.25 മണിക്കൂർ മുഴുവൻ പ്രധാനമന്ത്രിയുടെ നേരെ മുന്നിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷമാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷം. നമ്മൾ കണ്ടു. ഈ മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾക്ക് ശബ്ദമില്ലാതെ തൊണ്ടയടഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് വെള്ളം കൊടുക്കുന്നതും നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി 1.25 മണിക്കൂർ പ്രസംഗിച്ചു നിർത്താതെ. മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾക്ക് അങ്ങനെ മുദ്രാവാക്യം വിളിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. പക്ഷേ അവർ മാറിയിട്ടാണെങ്കിലും ഈ മുദ്രാവാക്യം വിളിക്കും. കേരളത്തിൻ്റെ നിയമസഭയിൽ ട്രഷറി ബെഞ്ചിൻ്റെ മുന്നിൽ
പിണറായി വിജയന്റെ മുന്നിൽ പോയി നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണോ കോൺഗ്രസ്സുകാരത് ചെയ്യാത്തത്? അതോ വി ഡി സതീശനും പിണറായി വിജയനും തമ്മിലുള്ള ധാരണ എന്ന് പറയുന്ന സഹകരണാത്മക പ്രതിപക്ഷമാണെന്ന് സതീശൻ തന്നെ പറഞ്ഞിട്ടുള്ള ഈ ധാരണ കൊണ്ടാണോ അത് ചെയ്യാത്തത്? ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ മുന്നിൽ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സർക്കാരിലെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഒരഴിമതി ആരോപണവും ഇല്ലാതെ ഒരു CAGയും ഈ കാര്യത്തിൽ ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. UPA സർക്കാർ പോലെ UPA സർക്കാരിന്റെ കാലത്ത് 2009 മുതൽ 14 വരെയുള്ള കാലഘട്ടത്തിൽ ഓരോ സഭാ സമ്മേളനത്തിലും ഇതുപോലെയുള്ള നിരവധി അഴിമതി കഥകൾ CAGയുടെ അഴിമതി അന്വേഷണം, കോടതിയുടെ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ പുറത്തു വന്നു. ഈ നരേന്ദ്രമോദി സർക്കാരിൽ അങ്ങനെയുള്ള ഒരു കാര്യം നടന്നിട്ടില്ല, ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ മുദ്രാവാക്യം വിളിക്കാൻ അദാനിയുടെ പേരും പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാൻ മടിയില്ലാത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രതിപക്ഷം കേരളത്തിന്റെ നിയമസഭ വരുമ്പോ കേരളത്തിന്റെ നിയമസഭയിൽ പിണറായി വിജയന്റെ മുന്നിൽ മുട്ടിരിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾക്കാർക്കും പിണറായി വിജയന്റെ ട്രഷറി ബെഞ്ചിന് മുന്നിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണോ, ധൈര്യമില്ലാത്തതാണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് രണ്ടുമല്ലെങ്കിൽ സതീശൻ പറഞ്ഞതുപോലെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ചുമതല ഏറ്റെടുത്തപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത്, ഞാൻ രമേശ് ചെന്നിത്തലയുടെ പോലെയുള്ള പ്രതിപക്ഷ നേതാവല്ല, ഞാൻ സഹകരണാത്മക പ്രതിപക്ഷമായിരിക്കും എന്നാണ്. ആ സഹകരണാത്മക പ്രതിപക്ഷമായതുകൊണ്ടാണോ നിങ്ങൾ മിണ്ടാത്തത്? അതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം പിണറായി വിജയനെ കണ്ടു കഴിഞ്ഞാൽ മുട്ടുവറക്കുന്ന പ്രതിപക്ഷമാണ്. അതുകൊണ്ട് മുട്ടിടിക്കുന്ന പ്രതിപക്ഷം, ആ പ്രതിപക്ഷം ഉണ്ടായിരിക്കുമ്പോൾ അഴിമതി നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി അഥവാ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയാൽ പിന്നെ കോൺഗ്രസ്സുകാരുടെ തർക്കം ആരാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവെന്നാണ്. ഇവിടെ നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് ഇതിൻ്റെ വസ്തുതകൾ കൂടുതൽ നന്നായിട്ട് അറിയായിരിക്കും. ആരാണ് യഥാർത്ഥ പ്രതിപക്ഷം? ഒരാൾ NSSന്റെ പ്രതിനിധി സഭയിൽ പോയപ്പോൾ മാധ്യമങ്ങളൊക്കെ കൂടി എഴുതി അദ്ദേഹമാണ് ഇനി യഥാർത്ഥ പ്രതിപക്ഷം. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു അങ്ങനെ ആരും പ്രതിപക്ഷ നേതാവൊന്നായിട്ടില്ല, ഞാനും കൂടി പിന്തുണച്ചിട്ടാണ് അയാൾ അവിടെ പോയത്, യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ഞാൻ തന്നെയാണ്. ഈ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള തർക്കം, ഈ തർക്കത്തിലാണ് കോൺഗ്രസ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നഗരമാണോ നരകമാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് തിരുവനന്തപുരത്തെ അവസ്ഥ. ഏത് റോഡിലൂടെ പോകാൻ പറ്റുമെന്ന് അന്ന് രാവിലെ ആ റോഡിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ റോഡിന്റെ മുന്നിൽ ഒരു ബോർഡാണ് ഈ വഴി ഗതാഗതമില്ല. തിരുവനന്തപുരത്തെ നഗരത്തിലെ റോഡുകളുടെ സ്ഥിതി അതാണ്, ഓടയുടെ സ്ഥിതി അതാണ്. തിരുവനന്തപുരത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നത് മുഴുവൻ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഏതാണ്ട് 800 കോടി രൂപ. പക്ഷേ ബോർഡ് വെക്കുമ്പോൾ പിണറായി വിജയന്റെ ബോർഡാണ്. ഈ നമ്മുടെ തമ്പാനൂരിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉദ്ഘാടനം നടത്തുന്നത് പിണറായി വിജയൻ. തിരുവല്ലത്ത് ഞാൻ കണ്ടു, അവിടെ ഒരു ഫ്ലാറ്റ് സമുച്ചയം പണിതു. തിരുവല്ലത്തല്ലേ? അമ്പലത്തറ പിണറായി വിജയന്റെ പടം. പിണറായി വിജയൻ അവിടെ ചെന്ന് നാടമുറിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു റോളും ഇല്ലാത്ത കാര്യം. കേന്ദ്ര സർക്കാർ നൽകുന്ന സ്മാർട്ട് സിറ്റി ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം, തിരുവനന്തപുരത്ത് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ അതുപോലും സമയബന്ധിതമായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു നഗരസഭയും സർക്കാരും ഭരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പുതിയ നേതൃത്വത്തിന്റെ മാറ്റം നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട്, ഈ അഴിമതി തുറന്നു കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നഗരമാക്കി മാറ്റാൻ, കാരണം ഒരു നൂറ്റാണ്ട് മുൻപ് വാക്സിനേഷൻ നടപ്പിലാക്കിയ തിരുവിതാംകൂർ രാജവംശം
ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായിട്ടുള്ള പരിശ്രമമായിരുന്നു അത്. ഒരു നൂറ്റാണ്ട് മുൻപ് വാക്സിനേഷൻ നടപ്പിലാക്കിയ ഒരു പ്രദേശം, ആ പ്രദേശത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിലാണ് ഇന്ന് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ദിവസങ്ങളിൽ പോകേണ്ടത്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഭരണം, അതോടൊപ്പം തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏതാണ്ട് എല്ലാ കാലത്തും 1-ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേമത്ത് ഒരു തവണ ജയിച്ചു, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ മടി കാണിക്കുന്നു? ഈ കാര്യം പരിശോധിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ, ലോക്സഭയിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ, അവർക്ക് BJPയോട് വിരോധമില്ലാത്തത് കൊണ്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. BJPക്ക് വോട്ട് ചെയ്യുന്നതിന് വൈമുഖ്യമില്ലാത്തത് കൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. അവർ നിയമസഭയിലും വോട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഉതകുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്.